ഇതങ്ങോട്ടാ ഈ വെള്ളം എടുത്ത്. അല്ലമ്മേ, ചോറ് വെക്കണ്ടേ? ചോറ് വെക്കാനോ? നീയോ? ആ, എനിക്ക് ചോറ് വെക്കാനൊക്കെ അറിയാം. എനിക്ക് അടുപ്പ് കത്തിക്കാനും അരി ഇടാനും ഒക്കെ അറിയാം. കല്യാണത്തിന് മുമ്പ് അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോ ചോറൊക്കെ വെക്കണം, അമ്മേനെ കൊണ്ടൊന്നും കഷ്ടപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ എന്റെ അമ്മ എന്നെ വിട്ടെ. തൽക്കാലം ഇപ്പൊ നീ അടുക്കളയിൽ കയറിയിട്ട് ചോറൊന്നും വെക്കണ്ട. ചോറിന്റെ പണിയൊക്കെ ഞാൻ എടുത്തോളാം. നീ ചോറ് വെക്കേണ്ട സമയമാകുമ്പോ ഞാൻ പറയും. അന്നേരം നീ അടുപ്പ് കത്തിച്ച് അരിയിട്ട് ചോറ് വെച്ചോ. ഇപ്പൊ തൽക്കാലം ഞാൻ ചെയ്തോളാം. വെള്ളം അങ്ങോട്ട് വെച്ചേക്ക്. അല്ലമ്മേ, അപ്പൊ ഞാൻ ചോറ് വെക്കണ്ടേ? വേണ്ട. ഓ, വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു കാണും അല്ലേ, രാവിലെ ഏറ്റിട്ട് ചോറൊക്കെ വെക്കണം. ചോറ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കള ഭരണം പയ്യെ അങ്ങ് കൈക്കലാക്കാന്നുള്ളത്. അതെന്തായാലും വേണ്ട. ഇപ്പൊ ഞാനുണ്ടല്ലോ ഇവിടെ, അപ്പൊ ഞാൻ ചെയ്തോളാം. അയ്യോ, അങ്ങനെയൊന്നും എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെയല്ലേ അമ്മ പറയുന്നത്. അമ്മ തന്നെ വെച്ചു ചോറ്. പൊയ്ക്കോ. ഓ, എന്റെ അമ്മേ, അപ്പൊ ഞാനിവിടെ ചോറ് വെക്കണ്ട. നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അടുപ്പിനടുത്ത് നിന്ന് തീയും പുകയടിച്ചൊരു വകയായേനെ. അടുപ്പിൽ ഊതുക എന്ന് പറഞ്ഞ എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യം വേറെയില്ല. അത് മാത്രമാണോ, കരിയൊക്കെ പറ്റി കൈയൊക്കെ ആകെ വൃത്തികേടായേനെ. എന്തായാലും രക്ഷപ്പെട്ടു. എന്റെ വീട്ടിലെങ്ങാനും ആണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോ അമ്മ പറഞ്ഞേൽപ്പിക്കും, ഡീ ചോറ് വെച്ചോണേന്ന്. ഓ, അടുപ്പിലൂതി തീയും കത്തിച്ച് ഞാനൊരു വകയായതാ. എന്തായാലും രക്ഷപ്പെട്ടു. ഇവിടെ വന്നിട്ട് ചോറ് വെക്കണ്ടല്ലോ. ഓ, പിള്ളേരെല്ലാം കൂടെ ഈ വെയിലത്ത് ഇത് എവിടെ പോയിട്ട് വരുന്നതാ? ബൈക്കിനാണോ ഇവന്മാര് വന്നത്? ആരാമ്മ അവിടെ? ഏ, ആ, അത് അമ്മാവന്റെ മക്കള് എല്ലാം കൂടെ വന്നതാന്ന് തോന്നുന്നു. അമ്മമാരുടെ കൂട്ടുകാരും ഉണ്ട്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോയേച്ചിട്ട് എന്നാ പിന്നെ ഇതിലേ വന്നതായിരിക്കും ഈ ചൂടിന്. ആ, എന്തെങ്കിലും ചായയോ വെള്ളം എന്തെങ്കിലും കൊടുക്കണോ? ഞാൻ വന്ന് ചായ വെക്കാം. നീ ഇപ്പൊ ചായയും വെള്ളവും കൊണ്ടൊന്നും അമ്മമാരുടെ അടുത്തോട്ട് പോകുമൊന്നും വേണ്ട. അവർക്ക് എന്തെങ്കിലും വേണമെന്ന് പറയുവാണെങ്കിൽ ഞാൻ എടുത്ത് കൊടുത്തോളാം. ഒന്നാമത് ചെറുക്കൻ ഇവിടെ ഇല്ലാത്തതാ. ഇവിടെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും വരണ്ട. അമ്മേ, അതിനൊക്കെ ഇപ്പൊ എന്താ അമ്മേ? ഒരു ഗ്ലാസ് വെള്ളമോ ചായയോ എന്തെങ്കിലും വെച്ച് കൊടുത്തെന്ന് പറഞ്ഞ് എന്ത് സംഭവിക്കാനാ? അമ്മ എന്താ ഇങ്ങനെ? ഞാൻ പറയുന്നത് തൽക്കാലം നീ ഇപ്പൊ അങ്ങോട്ട് കേട്ടാ മതി. ഇവിടുത്തെ രീതികൾ ഇങ്ങനെയൊക്കെയാ. അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ അങ്ങനെ പല രീതികളും കാണും. കേട്ടോ? ആ, അപ്പൊ വീട്ടിൽ ആരെങ്കിലും വന്നാലും ചായയും വെള്ളവും ഒന്നും വെച്ച് കഷ്ടപ്പെടണം. ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി. നല്ല കാര്യം. ഈ ചായ വെക്കുന്ന കാര്യം പണ്ടേ എനിക്ക് മടിയാ. ജ്യൂസ് ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ അതിൻ്റെ ആയിട്ട് കഷ്ടപ്പാട്. പിന്നെ ഇച്ചിരി കുടിക്കാന്നുള്ളൊരു ഇതേ ഉള്ളൂ. തുണി കഴുകാൻ പോവാണോ? ആ, അവന്റെ തുണി എടുത്തിട്ടില്ലല്ലോ. ചെറുക്കന്റെ തുണി എടുത്തോ? ആ, ചേട്ടന്റെ തുണിയും കൂടി എടുത്തിട്ടുണ്ട് കഴുകാൻ വേണ്ടിട്ട്. കഴുകിയങ്ങിടാ. ആ, അവന്റെ തുണി കഴുകണ്ട, അത് ഞാൻ കഴുകിക്കോളാം. എന്റെ ദൈവമേ, ഒരു മനുഷ്യൻ തുണി കഴുകിയ ചെറുക്കനെ പിടിക്കുകയല്ല, ഞാൻ തന്നെ കഴുകണം. ഇന്നാളൊരു ദിവസം എന്റെ അനിയത്തി ഇവിടെ വന്നു. എന്നാ പിന്നെ ചെറുക്കന്റെ തുണി അവിടെ കിടക്കുന്ന കണ്ടിട്ടാ, എന്നാ ഞാൻ കഴുകിക്കോളാം ചേച്ചി എന്ന് പറഞ്ഞ് എടുത്തോടെ കഴുകി. ചെളിയെല്ലാം പോയി വൃത്തിയായതാ കാര്യം പറഞ്ഞ. ചെറുക്കനെ തുണി ഇടാൻ വേണ്ടിട്ട് എടുത്തപ്പോ കണ്ടപ്പോ മനസ്സിലായി അമ്മയല്ല കഴുകിയതെന്ന്. അയ്യോ, എന്തൊരു അരിശം ദേഷ്യം എന്റെ ദൈവമേ എന്ന് ചോദിച്ചാല് വേറൊരാൾ അവന്റെ തുണി കഴുകിയാൽ അവനങ്ങ് തൃപ്തിയായി തരാം. അതുകൊണ്ട് അവന്റെ തുണി ഞാൻ കഴുകിക്കോളാം, മോള് കഴുകണ്ട കേട്ടോ. ചേട്ടൻ ഭയങ്കര അമ്മമ്മോനാന്ന് തോന്നല്ലേ? അമ്മേനെ ഭയങ്കര ഇഷ്ടാന്ന് തോന്നല്ലേ? അത് എല്ലാരും പറയും അവൻ അമ്മയുടെ മോനാന്ന് കേട്ടോ. ഞാനെന്ന് പറഞ്ഞ ചെറുക്കന് ജീവനാ. വീട്ടിൽ വരുമ്പോ അമ്മേനെ കാണണം, അമ്മ അമ്മാന്നും പറഞ്ഞ അത്രയ്ക്ക് ഒരു ഇതാ. അതിപ്പോ അവനിപ്പോ കല്യാണം കഴിഞ്ഞ ഓർത്തൊന്നും അതിലൊരു മാറ്റം അവന് വന്നിട്ടില്ലേ. കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പ് അവൻ അമ്മ അമ്മ തന്നെയാ. ഇപ്പൊ മോള് കഴിയിട്ട് വെറുതെ അവനെ അരിശം കേട്ടണ്ട. അതൊക്കെ ഞാൻ ചെയ്തു. അതൊരു കാര്യം ചെയ്യാൻ ബക്കറ്റിലോ അല്ലെങ്കിൽ അഴയിലോ എവിടെയെങ്കിലും അവന്റെ തുണി കിട്ടോ കേട്ടോ. ആ, ആ. ഓ, തുണി എപ്പോ കൊണ്ട ബക്കറ്റിലേക്ക് ഇട്ടെന്ന് ചോദിച്ചാ മതി. അല്ലെങ്കിൽ ജീൻസിനൊക്കെ എന്നാ ഒരു കനവാ. അത് പിന്നെ ബക്കറ്റില് വെള്ളത്തിലോട്ടിട്ടാ പിന്നെ പൊക്കണമെങ്കിൽ രണ്ടാള് വേണം. ഭാഗ്യം അങ്ങേരുടെ ജീൻസ് ഷർട്ടും ഒന്നും അലക്കണ്ട. രക്ഷപ്പെട്ടു. അമ്മേ, ആ, ഞാനിതൊന്ന് തുടച്ചു വെക്കുമായിരുന്നു. നീ ഇതിനകത്ത് തേങ്ങ അരച്ചായിരുന്നോ? ആ, ആ, ഇനി അരയ്ക്കാനൊന്നും നിക്കണ്ട കേട്ടോ. ഞാൻ അരച്ചോളാം. പിന്നെ അവിടെ ഇവിടേക്ക് ഇതൊക്കെ ഒന്ന് വൃത്തികേടായി. അതുകൊണ്ട് തേങ്ങയൊന്നും അരക്കണ്ട. എന്തെങ്കിലും അരയ്ക്കാനുണ്ടെങ്കിലൊക്കെ ഞാൻ അരച്ചോളും. അല്ലമ്മേ, മീൻ വാങ്ങിച്ചിട്ടില്ലേ? ഞാനത് വൃത്തിയാക്കി എന്നാ പിന്നെ കറി വെക്കട്ടെ? ആ, മീൻ ഞാൻ കറി വെച്ചോളാം. എന്റെ പൊന്നു കുഞ്ഞെ, വെറുതെ മുളകും കലക്കി മുളക് ചാറ് വെച്ചാലൊന്നും ആ ചെറുക്കനൊന്നും കഴിക്കൊന്നുമില്ല. അയ്യോ, അവന് മീനും കറിയൊക്കെ അവന് ഞാൻ തന്നെ വെക്കണം. എവിടെ പോയാലും ചെറുക്കൻ ഒരു ഭക്ഷണം കഴിച്ചാലും ചെറുക്കൻ അങ്ങ് ഇഷ്ടപ്പെടിയല്ല. അമ്മ എവിടെ ഒരു കല്യാണത്തിന് പോയാലും ചെറുക്കൻ ഇവിടെ വന്നു വെച്ചിട്ട് ചോറ് വേണം. അമ്മ ഇച്ചിരി ചോറ് തന്നു പറയുന്ന ചെറുക്കനാ. അയ്യോ, അതുകൊണ്ട് മീനൊക്കെ ഞാൻ കറി വെച്ചോളാം. ഒരു പൊന്നു കുഞ്ഞെ, നീ ഒന്നും വെക്കണ്ട, വെറുതെ അവന് ദേഷ്യം പിടിക്കുവേ. എന്റെ മീൻകറി നല്ലതാ അമ്മേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാ. അമ്മ ഭയങ്കര പാചകക്കാരിയാന്ന് തോന്നല്ലേ? അമ്മയുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റാ.
ഞാൻ വലിയ പാചകക്കാരിയാണോന്നുള്ളതല്ല, എന്റെ മകന് ഞാൻ വെച്ചുണ്ടാക്കി കൊടുക്കണം. അതാ, അതുകൊണ്ട് അവനെ ഇട്ടേച്ച് എനിക്ക് ഒരു സ്ഥലത്തും പോയാലും ഒരു മനസ്സമാധാനം ഇല്ല. നീ ചെറുക്കൻ തിന്നോ കുടിച്ചോ എന്നുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോഴും. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും കണ്ടില്ല, അവൻ അമ്മയെന്നും വിളിച്ച അടുക്കളയിലോട്ട് വരുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അവന് വേണ്ടതൊക്കെ കേട്ടോ. പിന്നെ മീൻകറി വെക്കാൻ വേണ്ടി ഞാനിങ്ങനെ മുട്ടിയിരിക്കുവല്ലേ. ഓ എന്റെ ദൈവമേ, ആ മീനേലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മണം പോകണമെങ്കിൽ 2 ദിവസം എടുക്കും. ആ തന്നെ അങ്ങിരുന്ന് വെട്ടട്ടെ. ഹെ, മീൻകറി വെച്ച് കഷ്ടപ്പെടണ്ടല്ലോ. ഓ, വീട്ടിലൊക്കെ ആണെങ്കിൽ 2 കിലോ മത്തിയൊക്കെ ഒറ്റ ഇരിപ്പിന് വെട്ടി തീർത്തിട്ടുണ്ട്. ഓ, ചില നേരത്ത് അച്ഛൻ കൊണ്ടുവരും നത്തല്, കുഞ്ഞി നത്തല്, എന്റെ കുഞ്ഞു വിരലിന്റെ അത്രയും പോലും ഇല്ല. എത്ര മണിക്കൂർ ഇരുന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട്. ഉം, അങ്ങനെ ആ കഷ്ടപ്പാടും ഇല്ല. നന്നെ. എന്റെ പേര് ഓമന. ആ മോൾ എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടായില്ല, കുറെ അപ്പുറത്താ എന്റെ വീടേ. ഇപ്പൊ ഇവിടെ ഞങ്ങക്ക് പറമ്പുണ്ട്, അപ്പൊ പറമ്പിൽ പണിക്കാറുള്ളത് കൊണ്ട് ഇടയ്ക്ക് പോയി നോക്കുന്നതാ. ആ, ഓമനയോ? നീ വന്നിട്ട് എന്നെ വിളിക്കാതിരുന്നേ? ആ, ഞാൻ നിന്റെ മരുമോളെ കണ്ടിട്ട് അങ്ങനെ സംസാരിച്ച് നിന്നതാ. ഉം. വീട്ടുകാരി ഇപ്പോഴും ഞാൻ തന്നെയാണേ. ഓ, എനിക്കറിയാം, ഞാൻ പറമ്പിൽ പോയതാ, അപ്പൊ ഇതുവഴി കേറിയതല്ലേ. ആ, മോളപ്പുറത്തേക്ക് പൊക്കോടി. ഉം, ശരി അമ്മേ. അല്ല, ഈ പെങ്കൊച്ചിനെ ഇങ്ങനെ വെറുതെ നിർത്താതെ വല്ല ജോലിക്കോ എന്തെങ്കിലും പഠിക്കാനോ ഒക്കെ വിട്ടൂടെ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇപ്പൊ നീ ഉണ്ടല്ലോ. ഇത് വെറുതെ എന്തിനാ ഈ കൊച്ചിനെ ഇങ്ങനെ വീട്ടിലിരുത്തുന്നത്? എത്രയല്ലേ പ്രായമുള്ളൂ. ഓ, ഈ ചേച്ചിക്ക് എന്തിന്റെ സുഖേടാ. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് അമ്മേനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് എന്നെ പഠിക്കാനോ ജോലിക്കോ എന്തിനെങ്കിലും വിടുവോ? ഷോ, പഠിക്കാൻ മടിയായിട്ടാണ് ഡിഗ്രി വെച്ചിട്ട് പഠിത്തം നിർത്തിയത്. ഇനിയിപ്പോ പഠിക്കാൻ പോകേണ്ടി വരുമോ ദൈവമേ? ജോലിക്കോ? എനിക്ക് മടിയാ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി. കഷ്ടപ്പാടാ, രാവിലെ ഒരുങ്ങി പോണം, വൈകുന്നേരം വരെ ജോലി കാണാൻ തിരിച്ചു വരണം. അയ്യോ അയ്യോ, കഷ്ടം. ഈ ചേച്ചീനെ എന്തിനിപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്റെ പൊന്നോമനെ പഠിക്കാനും വിടുന്നില്ല, ജോലിക്കും വിടുന്നില്ല. വീട്ടിൽ നിന്ന് പെൺപിള്ളേര് പുറത്തു പോയാലേ പെൺപിള്ളേര് പോയി. ഇപ്പൊ ജോലിക്കും പോയി 10 കാശ് കൈ വന്നാലേ പിന്നെ അഹങ്കാരം തുടങ്ങും. പിന്നെ കെട്ടിയവനെ വില ഉണ്ടാകിയല്ല, കെട്ടിയവന്റെ അമ്മേനെ വില ഉണ്ടാകിയല്ല, സ്വന്തം കാലം നിൽക്കാറായി എന്നുള്ളൊരു അഹങ്കാരം വരും. ഏത്? ഇതിപ്പം വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളും. അതുകൊണ്ട് എങ്ങോട്ടും വിടുന്നില്ല. എനിക്കൊട്ട് താല്പര്യമില്ല വിടാൻ വേണ്ടിയിട്ട്. വീട്ടിലിരിക്കട്ടെ. ഇപ്പം ഓരോ സ്ഥലത്ത് കണ്ടിട്ടില്ലേ, തുമ്മിയാൽ അന്നേരം അങ്ങോട്ട് പിന്നെ വിവാഹബന്ധം അങ്ങോട്ട് വേർപെടുത്തും. ഡൈവോഴ്സ് ആണ്, ഡൈവോഴ്സ്. ഇതൊക്കെ വല്ല കാര്യമുണ്ടോ? അതൊക്കെ ഇതിന്റെയൊക്കെ കാരണം ഈ പെണ്ണുങ്ങൾക്ക് ജോലിയും കൂലിയും ഉള്ളത് കൊണ്ടാന്നേ. അല്ലെങ്കിൽ രണ്ടു കൈയും കൂട്ടി അടിച്ചാലല്ലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഒരു കുടുംബത്ത് പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലേ ആ പെണ്ണൊന്ന് താന്നു നിന്നാലല്ലേ. അതുകൊണ്ട് ഞാൻ ഇനി മിണ്ടണ്ട കേട്ടോ. ഇതാണ് അമ്മായിയമ്മ. ഹും, രക്ഷപ്പെട്ടു. ആ, പിന്നെ പീരീഡ്സ് ആയെന്നല്ലേ പറഞ്ഞ നിനക്ക്? ആ, അപ്പുറത്തെ മുറിയില്ലേ, ആ മുറിയിൽ പോയി കിടന്നോ. അവിടെ കട്ടിലും ഉണ്ട്, പായും ഉണ്ട്, തലയണി എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ പോയി കിടന്നാൽ മതി. പിന്നെ ചോറും കറിയും ചായയും ചായന്റെ കടിയും എല്ലാം ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. നീ മുറിയിലിരുന്ന് കഴിച്ചിട്ട് പ്ലേറ്റ് അവിടെ വെച്ചാൽ മതി. ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോയി കഴുകി വെച്ചോളൂ. മുറിക്കകത്ത് പുറത്തിറങ്ങാനോ അടിക്കാനോ തുടയ്ക്കാനോ ഒന്നും ഇറങ്ങരുത്, 2-3 ദിവസത്തേക്കെങ്കിലും. 3 ദിവസത്തേക്ക് മുറിക്കകത്ത് തന്നെ ഇരുന്നോണം, പുറത്തിറങ്ങാണ്ട്. കേട്ടാ പറഞ്ഞത്? ആ, പിന്നെ നിന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിട്ടകളും ഒക്കെ ഉണ്ടോന്നൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഇവിടുത്തെ ഒരു രീതികൾ ഇങ്ങനെയാ. ഇതൊക്കെ ഇവിടെ ജീവിക്കുമ്പം ഇതൊക്കെ പാലിച്ച് ജീവിച്ചേ പറ്റത്തുള്ളൂ. ഞാനും ഒക്കെ ഇങ്ങനെ തന്നെയാ. കേട്ടോ പറഞ്ഞത്? അല്ലമ്മേ, എന്റെ ഫോണ് റൂമിലോട്ട് എടുക്കാവോ? ആ, ഫോണ് നിന്റെ ഫോണല്ലേ? ആ, നിന്റെ ഫോണും നിനക്ക് ഉപയോഗിക്കത്തില്ലേ? നിന്റെ ഫോൺ നീ എടുത്തോണ്ട് പോക്കോ കേട്ടാ. രക്ഷപ്പെട്ടു. 3 ദിവസം റൂമിനകത്ത് ഫോണൊക്കെ നോക്കി അടിപൊളിയായിട്ട് ഇരിക്കുവോ കിടക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫുഡൊക്കെ റൂമിൽ വരും, കഴിച്ചിട്ട് പാത്രം പോലും കഴുകണ്ട. ഹായ്, ഇങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും പീരീഡ്സ് ആയാ മതിയായിരുന്നു. ശ്ശോ, എന്തൊരു സുഖം ഇവിടെ ജീവിക്കാൻ. വീട്ടിലെങ്ങാനും വെച്ച് പീരീഡ്സ് ആയിട്ടൊന്ന് കിടന്നാ എന്റെ അമ്മ പറയും, ആ വയറൊരു ഷോൾ എടുത്ത് അങ്ങ് കെട്ടിവെച്ചിട്ട് മുറ്റം അടിക്കടി. നിന്നെ കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നീ പണിയെടുക്കേണ്ടി വരും. സ്വർഗം എന്ന് പറഞ്ഞാ